നല്ല പിടയ്ക്കണ മീനേ ചേച്ചി, നല്ല പിടയ്ക്കണ മീനുണ്ടേ. പിടപിടയ്ക്കുന്ന മീനേ. ചൂര ചൂര വായോ 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 വായോ. ചൂര ചൂര വായോ 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 വായോ. ഒന്ന് നോക്കിക്കത് വായിച്ചി. ഇങ്ങനെ തേങ്ങ ഇങ്ങനെ ഇതിനകത്ത് ചത്ത് കിടക്കുന്നോ? ഈ മീനിനെ കാണുമ്പോ എന്റെ അമ്മാവനാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എന്താ? അമ്മാവൻ ചത്ത് കിടന്നപ്പോഴേ ഇതുപോലെ 2 കണ്ണ് പുറത്തേക്ക് തള്ളിയായിരുന്നത്. മീനേ സുരയ്ക്കൊരു പെണ്ണുണ്ട്, കരിമീൻ കണ്ണുണ്ട്, ചരുവത്തിലനുരാഗ ഞണ്ടുണ്ട്. ഞണ്ടുണ്ട് ഇറുക്കും. ഒരു ചെറിയ ഇറുക്കൽ കിട്ടാൻ വേണ്ടിയാ വന്നത്. രാവിലെ ഈ പൂച്ച വന്നങ്ങ് നിന്നോളൂ. ഇപ്പൊ കിട്ടും, തരാം. തരാം. ഈ കണ്ടം പൂച്ച കൊണ്ടേ പോകൂ. കൊണ്ടുപോകാനാ വന്നത്. അല്ല എന്താ നിനക്ക് എന്താടാ? നിനക്ക് എന്താണെന്ന് സ്വന്തം ഭർത്താവിനെ വിളിക്കണേ എന്താടാ എന്ത് എന്തിന്? അല്ല നിനക്ക് വിളിക്കാടി, നിനക്ക് വിളിക്കാം. കാരണം എന്നെക്കാളും 4 വയസ്സ് മൂത്തതാ. നാട്ടുകാർ ഓട്ടിച്ചിട്ട് പിടിച്ചു എത്തിയതാ. നീ ഒരു കാര്യം മനസ്സിലാക്കണം. ആദ്യ രാത്രി അന്ന് നിങ്ങൾ നോക്കണം. ആദ്യ രാത്രി അന്ന് ഇവള് പാതിരാത്രി ഇവളെ പൊക്കളഞ്ഞവളാണ്. എന്നെ കളഞ്ഞിട്ട് അവള് ഒറ്റ പോക്ക് പോയതാണ്. ഞാൻ എങ്ങനെ പോകാതിരിക്കണം? നിങ്ങൾക്കറിയാവോ, ആറ്റുനോട്ടുണ്ടായ എന്നെ നോക്കുന്ന ഒരു അച്ഛൻ ആശയോട് എന്നെ ഒന്ന് കാണാൻ വന്നപ്പോ ഈ മനുഷ്യൻ തേങ്ങ എടുത്ത് അങ്ങേറെ മൂക്കാൻ വേണ്ട ഇടിച്ചൊടിച്ച് തട്ട്. എങ്ങനെ എറിഞ്ഞു കൊടുക്കായിരിക്കും? പാതിരാത്രി വെളിയിലോട്ട് ഇറങ്ങിയപ്പം ഒരു ഹിമക്കരടിയെ പോലെ ഒരാൾ തലയിൽ ഒരു തോർത്ത് ഒക്കെ ഇട്ട് മൂടി ഇങ്ങനെ കയറിയത്. എന്റെ കൈവാകന് കിട്ടിയത് കൃത്യമായിട്ടൊരു തേങ്ങ. ഒരൊറ്റ ഏർ വെച്ചോടുത്ത് കറക്റ്റായിട്ട് കൊണ്ട് അപ്പത്തന്നെ വീട്. എനിക്ക് ആ ഒരു കാര്യം ചോട്ടെ, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അറ്റാക്ക് എന്നല്ലേ വന്നത്? നിങ്ങളുടെ തേങ്ങയും കൊണ്ടുള്ള അറ്റാക്കിനെ പിന്നെ അറ്റാക്ക് എന്നല്ല എന്താ പറയണോ? ഒരു കാര്യം കൂടെ ഇനി കേൾക്കണം. ഇവള് പോയ ശേഷം എന്റെ പാവപ്പെട്ട കണ്ണേണ്ടോടത്ത അച്ഛൻ എവളെ ഇടയ്ക്ക് ഇരുന്ന് ഇവളെ പേരിന്ന് വിളിക്കും. അപ്പോഴൊക്കെ ഞാൻ എന്താ അച്ഛാ ഇത് വിളിക്കും. പോരാത്തിന് അച്ഛന് ചായ കൊടുക്കുമ്പം കൈ നിറച്ച് വളയിട്ടുണ്ടോ ഇങ്ങനെ ഒന്ന് കൊടുക്കുന്നത്. അച്ഛനാണെങ്കിൽ തപ്പുന്നതിന്റെ അസുഖം കൊണ്ട് അതുകൊണ്ട് ഇടയ്ക്കടി തപ്പി നോക്കും. ഇവിടെ വരെ തപ്പി എത്തിയിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് കയറും. നീ അതുകൊണ്ട് ഞാൻ വിളിക്കാണ്, നീ വരണ ഇല്ലേ? നിങ്ങൾ പോയില്ലെങ്കിൽ ഈ സുഗന്ധിയുടെ മറ്റൊരു മുഖം കൂടി നിങ്ങൾക്ക് കാണേണ്ടി വരും. ആ മറ്റൊരു മുഖം കാണാൻ തന്നെ നിക്കണത്. ഇത്ര കഷ്ടമാണ് പറയണേ. എന്തൊരു കഷ്ടം? എന്താ കഷ്ടം? ഒരു കഷ്ടവും ഇല്ല. അതെ, ഈ ചൂരക്ക് തീ പിടിച്ച വിലയായിപ്പോയി. അല്ലെങ്കിൽ ഇതിന് കൊണ്ട് അടി മേടിച്ചേ. തീ പിടിച്ചോണ്ട് അടിക്കണ്ട, ശരീരം നിന്ന് പൊള്ളും. എന്താ വിചാരിച്ചത്? നിങ്ങളിപ്പോ ഒരു തമാശ പറഞ്ഞില്ലായിരുന്നോ? അത് ചിലപ്പോ ഇവിടെ കിടന്നങ്ങ് തഴച്ച് വളർന്നാലോ. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു കൗണ്ടർ കുറച്ച് അതിനെ എവിടെ കിടന്നൊരു പൂച്ചടി കമ്പിട്ട് അടിച്ച് ചന്ന പിന്നെ കൊന്നത്. സുരേണ്ണ നിങ്ങൾ പോണ. ഞാൻ എങ്ങനെ പോകും? നിങ്ങൾ പോണ. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഒന്നാലോചിട്ട് ഞാൻ ഒരു കാര്യം കേട്ട്, വയസ്സ് 10-40 എങ്ങനെയെങ്കിലും ആലോചിച്ച് കെട്ടിയാണ്. നീ വരണുണ്ടോ ഇല്ലേ? അതെ, നമ്മുടെ ആദ്യരാത്രിയുടെ ആ ജമന്തി പൂവേ അവിടെ കിടന്ന് ചീഞ്ഞില്ലയോ? അതുപോലെ ഇപ്പൊ ഓർമ്മയുണ്ട്. പക്ഷെ ഞാൻ ആദ്യ രാത്രി ഇവളിറങ്ങിപ്പോയി, ജമന്തി പൂക്കളെല്ലാം അവിടെ കിടന്നു. അത് കിടന്ന് പുഴുത്ത് അങ്ങ് അറ്റായി. നീ ഒരു എന്ന് ഇട്ട് കഴിഞ്ഞാട്ടല്ലോ, ഞാൻ തോവാളേന്ന് ഒരു ലോഡ് പൂറക്കും. ആ ജമന്തി പൂരും നമ്മൾ രണ്ടും കൂടെ കിടന്ന് പുഴുവടിക്കും. എന്നിട്ട് നാട്ടുകാര് പറയണ 2 കരിവണ്ടും കൂടെ കിടന്ന് അടി ഉണ്ടാക്കുന്നത്. നാട്ടുകാരെ കാണിക്കാനാണോ പുഴുവടിക്കുന്നത്? അണ്ണാ നിങ്ങൾ നിങ്ങൾ സംസാരിക്കാതെ അങ്ങ് പോടുന്നു. ഞാൻ കാര്യം ചോദിക്കട്ടെ, എനിക്കാണെങ്കിൽ ഒന്നത് വയസ്സായി, മുടിയൊക്കെ നരച്ച്. അത് പോട്ടെ, നീ കടലിലാണെങ്കിൽ മീനുമില്ല ഒന്നുമില്ല. നീ വരാതിരുന്ന എന്ത് ചെയ്യും? നീ അത് പറ ആദ്യം. നരച്ച് ഡൈയൊന്നും തേക്കണ്ട. എന്റെ ഒരു പച്ചമരുന്നുണ്ട്. ചെറുതായിട്ടാണ്. പച്ചമരുന്ന് കൊണ്ടേ കൊണ്ടുവാ. മീനും കൂടെ എടുക്കട്ടോ? വിളിക്കാമോ? ഞാൻ ചെറുതായിട്ട് വിളിക്കാം. അതൊക്കെ ഇട്. വന്നോ ഇവിടെ നിൽക്കണ്ട. വാന്ന് വിളി. വാ വിളി. വീട്ടിലോട്ട്